2025 ബജറ്റിൽ ടാക്സ് റേറ്റിൽ വമ്പൻ മാറ്റങ്ങളാണ് നിർമ്മല സീതാരാമൻജി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ സാധാരണക്കാർക്ക് നികുതി ഭാരം അധികമായിരുന്നു എന്നൊരു പറച്ചിൽ പൊതുവെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്രാവശ്യം സാധാരണക്കാർക്ക് മികച്ച ആശ്വാസമാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇതെന്തൊക്കെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി, ബേസിക് എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷമായി ഉയർത്തി. അതായത് ഇനി മുതൽ നിങ്ങളുടെ നോർമൽ ടാക്സ് റേറ്റിൽ വരുന്ന ഇൻകം 4 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബാധ്യത ഇല്ല. രണ്ടാമത്തെയാണ് ദ ബിഗർ സർപ്രൈസ്. റിബേറ്റിനുള്ള പരിധി 12 ലക്ഷമായി ഉയർത്തി. അതായത് ഇനി മുതൽ നിങ്ങളുടെ ഇൻകം 12 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ടാക്സ് ലയബിലിറ്റി വിൽ ബി 0. സാലറിഡ് എംപ്ലോയീസിന് ഒരു 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ലഭിക്കുന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഇൻ എഫക്ട് സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ 12,75,000 വരെ ടാക്സ് വരുന്നില്ല. ഇനി നിങ്ങളുടെ ഇൻകം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അനുസരിച്ചായിരിക്കും കമ്പ്യൂട്ട് ചെയ്യപ്പെടുക. പുതുക്കിയ സ്ലാബ് റേറ്റുകൾ ഇവിടെ പറയുന്നവയാണ്. പഴയ സ്ലാബ് റേറ്റുകൾ അനുസരിച്ച് നോക്കിയാൽ വളരെ വലിയൊരു ആശ്വാസമാണ് പുതിയ സ്ലാബ് വെച്ച് നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, 12 ലക്ഷം രൂപ വരെ സാലറി ഉണ്ടായിരുന്ന ഒരാൾ നേരത്തെ കുറഞ്ഞത് 1 മാസത്തെ ശമ്പളമെങ്കിലും സാലറി ടാക്സ് ആയിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ മികച്ച ഒരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, ക്യാപിറ്റൽ ഗെയിൻ പോലെ ചില പർട്ടിക്കുലർ ഫ്ലാറ്റ് റേറ്റുകളിൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകത്തിന് ഈ പറഞ്ഞവയൊന്നും ബാധകമല്ല. കൂടുതൽ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടുകളോ ക്വറീസോ ഉണ്ടെങ്കിൽ ഡു റീച്ച് ഔട്ട് ടു മീ.